ഹലോ ലിതിൻ. കുറച്ച് പേർക്ക് അറിയാൻ തോന്നുന്നു. കുറച്ചൊരു പീഡന കേസിനൊക്കെ പറഞ്ഞ് എൻ്റെ വീഡിയോ ഇപ്പോൾ കുറച്ച് പേര് ടിക്ടോക്കിൽ നല്ലപോലെ വൈറലാക്കുന്നുണ്ട്. ഒരു 2 വർഷം മുമ്പ് കഴിഞ്ഞ കേസാണ്. ഇന്ന് ഗുഡ്ജിയും കുറച്ച് ടീംസും കുറേ വാണങ്ങൾ കാര്യമറിയാണ്ട് ഈ പ്രശ്നം വിട്ട് പിന്നെയും ഉണ്ടാക്കുന്നുണ്ട്. ഇത് കോടതിയിലും പോയി സ്റ്റേഷനിലും പോയി തീർന്ന കേസാണ്. ആ പെണ്ണിൻ്റെ പേര് മെറിനാണ്. പെണ്ണ് എൻ്റെ കൂടെ ഇരിപ്പുണ്ട്, എൻ്റെ ഭാര്യയാണ്. പെണ്ണ് ഇത് കഴിഞ്ഞ കേസാണത്. പ്രമുഖ ടിക്ടോക്ക് താരം ലിതിൻ ക്രൂസ് ഇന്നലെ ആത്മഹത്യ ചെയ്തു. ടിക്ടോക്ക് ആരാധകരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് താരം എന്നേക്കുമായി വിട പറഞ്ഞു. തൻ്റെ കഴിവ് കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു ലിതിൻ. എന്നാൽ താരത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തെ വേട്ടയാടുകയാണ് കമൻറ്റുകളിലൂടെയും മറ്റും ചിലർ. ആലപ്പുഴയിൽ 17കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ലിതിൻ അറസ്റ്റിലായതിനെ ചുറ്റിപ്പറ്റിയാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ഈ വാർത്തയെ പറ്റിയുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് പലരും അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് നടപടിയെ തുടർന്ന് കടുത്ത നിരാശയിലും മാനസിക പ്രതിസന്ധിയിലുമായ താരം പിന്നീട് ആത്മഹത്യ ചെയ്തു എന്നൊക്കെയാണ് അതിൽ ചിലത്. 2 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് പത്രവാർത്തയായി ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി താരം 1 വർഷം മുൻപ് തന്നെ തൻ്റെ ആരാധകർക്ക് നൽകിയിരുന്നു. താൻ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി തൻ്റെ കൂടെയുണ്ടെന്നും അവളിപ്പോൾ തൻ്റെ ഭാര്യയാണെന്നുമാണ് താരം മറുപടി നൽകിയത്. അനാവശ്യ വിവാദങ്ങളിലേക്ക് തങ്ങളെ വലിച്ചിഴക്കരുതെന്നും താരം ആവശ്യപ്പെട്ടു. ആ വെളിപ്പെടുത്തലിൽ നിന്നും ലിതിനും പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നെന്നുള്ള സത്യം ആരാധകരെ ബോധ്യപ്പെടുത്തി. താൻ ചെയ്ത തെറ്റിന് താൻ തന്നെ പരിഹാരം കണ്ടെത്തിയെന്ന ലിതിൻ വിശദീകരണം നൽകി. എന്നാൽ ലിതിൻ്റെ മരണശേഷം ഇന്നും ഈ വാർത്ത കുത്തിപ്പൊക്കിക്കൊണ്ട് അദ്ദേഹത്തെ കല്ലെറിയുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.